ഷാനിൽ ബോസ് ഇപ്പോൾ എന്തായാലും എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അന്വേഷണത്തിൽ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനുണ്ടോ? അന്വേഷണം ശരിയായ ദിശയിലാണ്, ഞങ്ങൾ ഒരു തരത്തിലും അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് സർക്കാരിനും CPM-നും വാദിക്കാം. എല്ലാ കുറ്റവാളികളും പിടിയിലാകും. ഈ കാര്യത്തിൽ ആർക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ആരൊക്കെ കുറ്റകരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ടോ, ആരൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടോ, അവരെല്ലാവരും ഈ കാര്യത്തിൽ അറസ്റ്റിലാകും, നിയമത്തിന് മുമ്പിൽ വരും എന്നുള്ളതാണ് സർക്കാരിന്റെ പോയിന്റ്. അഭിലാഷ്, നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണവും നിലപാടുകളുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ വളരെ പ്രോമിനൻ്റായി ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് ധരിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ചർച്ച നടക്കുമ്പോൾ നമ്മൾ വസ്തുതയില്ലാതെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കെ എസ് ബൈജു എന്ന് പറയുന്നയാൾ ആലപ്പുഴയിൽ INTUC ജില്ലാ പ്രസിഡന്റ് അല്ല. ബൈജു ആണ് ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ളത്. ഈ പറയുന്ന 2019 ഈ സംഭവം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവായിട്ടുള്ള ശ്രീ ബൈജു ഹരിപ്പാട് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ വിത്ത് ഓൺ റെക്കോർഡാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവം ഇപ്പോൾ 2024 നടക്കുമ്പോഴും അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. നമ്മൾ ചർച്ചയിൽ വന്നത് KS ബൈജു പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ ബൈജു എന്ന് പറയുന്ന INTUC ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവ് പ്രതിയാണെന്നൊരു ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞാൽ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതെൻ്റെ ഡ്യൂട്ടിയല്ലേ, ഞാൻ ഇടപെടും. അതിന് കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഗോപൻ പെണ്ണുകേസിൽ പ്രതിയായി ജയിലിലായാൽ ഉടനെ തന്നെ ഞാൻ ചർച്ചയിൽ വന്നിരുന്നു. അതിനാകപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപൻ പെണ്ണുകേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ അലിയാക്ക് അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമില്ലാതെ വസ്തുതകൾ പഠിക്കാതെ ഒരാൾക്കെതിരെ ഇത്രയും ജനങ്ങളെ വൈകാരികമായ ആളുകൾ നോക്കിക്കാണുന്നൊരു വിഷയത്തിൽ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ബൈജു ദേവസ്വം തിരുവാഭരണം കമ്മീഷണറായി ജോലി ചെയ്തിട്ടുണ്ട്, സെക്രട്ടറിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു കാലയളവിലും ജോലി ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അയാൾ കേസിൽ പ്രതിയുമല്ല. നിലവിലെ പ്രതി KS ബൈജു ജയിലിലാണ്. മനസ്സിലായോ? നമ്മൾ ചർച്ചയിൽ വന്നിരുന്ന് തോന്നിയാസം പറഞ്ഞിട്ട് പോകരുത്. അത് ഞാൻ പറയുന്നത് അതൊരു പൊതുപ്രവർത്തകൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എത്ര കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ഇന്ന് വരെ വ്യക്തിപരമായി എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം ഉത്തരവാദിത്തമില്ലാതെ ബന്ധമുണ്ടോ സർ? പിന്നെ അല്ല, ജയിലിൽ കിടക്കുന്ന ഒരു ബന്ധമില്ല. RSP നേതാവാണ്. താങ്കളുടെ ജില്ലയായ കൊല്ലം സ്വദേശിയാണ്. കോൺഗ്രസിന്റെ അല്ല, അദ്ദേഹം RSP എന്ന് പറയുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യൂണിയന്റെ ആളായിരുന്നു. വേണമെങ്കിൽ ഞാൻ അതിന്റെ റെക്കോർഡ് തരാം. താങ്കളുടെ ജില്ലയിൽ കൊല്ലത്താണ് അദ്ദേഹത്തിന്റെ വീട്. അഡ്രസ്സ് പറഞ്ഞുതരാം. പോകുന്നോ? ഇന്ന് രാത്രി ഈ ചർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ അന്വേഷിക്കുക ഇടതുപക്ഷ യൂണിയനിലായിരുന്നു എന്ന്. ഞങ്ങളുടെ കൂടെ അല്ല സാർ, RSP ഞങ്ങളുടെ കൂടെ. അദ്ദേഹം അന്ന് ഇത് കേൾക്കൂ, അദ്ദേഹം വലിയ പോസ്റ്റിലേക്ക് വരുമ്പോൾ യൂണിയൻ ചുമ്മാ ചർച്ച വഷളാക്കാൻ വന്നിരുന്നു. ചർച്ച ചെയ്യാതെ നാണം കെട്ട് നിൽക്കുമ്പോൾ പലതും കാണിക്കും. നിങ്ങൾ ഇവിടെ ചർച്ചയിൽ പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തങ്ങളുടെ ഈ ചർച്ചയിൽ ആരും പറയാത്ത കാര്യങ്ങളാണല്ലോ കുറച്ച് നേരം നിങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി ഞങ്ങളാരും അത് പറഞ്ഞില്ലല്ലോ. ഞാൻ മാത്രമാണ് അത് പ്രതിപാദിച്ചത്. ഞാൻ പറഞ്ഞ എത്രയാണ്? അയ്യപ്പൻ അന്നേ വിധി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അയ്യപ്പൻ അന്നേ വിധി പറഞ്ഞു. സ്വർണം കൊള്ളയടിച്ചതിന് വിധി അയ്യപ്പൻ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ സ്ത്രീ പ്രവേശന വിഷയം ഇതിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ പോയില്ല. മനസ്സിലായില്ലേ? അപ്പം അന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിങ്ങൾ പോയി അന്വേഷിക്കുക. രാഷ്ട്രീയം വെച്ച് അത് BJPയോട് സ്നേഹം ആർക്കാണെന്നൊക്കെ നിങ്ങളങ്ങ് പറഞ്ഞു. ഈ ഇന്ത്യ മുഴുവൻ ഞാൻ ചോദിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരെ ആക്ഷേപം വന്നപ്പം നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അയാളെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ നടപടി എന്തായിരുന്നു? എൻഫോഴ്സ്മെന്റിന്റെ ആ ഓഫീസിലേക്ക് ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സമരം ചെയ്ത പാർട്ടി മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് എവിടായി? മുഖ്യമന്ത്രിയുടെ മകന്റെ കേസ് എവിടായി? മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിൽ നോട്ടീസ് എന്തായി എന്ന് നിങ്ങൾ ചോദിക്കണം. അവിടെയാണ് BJP കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത്.
നമ്മൾ അതുകൊണ്ടാണ് കേന്ദ്ര വിഷയത്തിൽ ഗവൺമെന്റ് നിന്ന് വ്യതിചലിക്കേണ്ട. കാര്യം ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തെ ബാക്കി എല്ലാ പാർട്ടികളെയും ശബരിമല സ്വർണ്ണക്കേസ് അതാണ് നമ്മുടെ വിഷയം. CPM-നെ വേട്ടയാടുന്നില്ല എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ വിടുപണി ചെയ്യുകയാണ് BJP-ക്ക്. നിങ്ങൾ നേരത്തെ നിങ്ങൾ വിടുപണിയാണ് മിസ്റ്റർ ഗോപന്റെ പാർട്ടി CPM മുഖ്യമന്ത്രി BJP-ക്ക് വിടുപണി ചെയ്യാണ്. അതുകൊണ്ടാണ് അല്ല, നമ്മുടെ വിഷയം മാറിപ്പോണ്ട. വിഷയം മാറിപ്പോകേണ്ട. ശബരിമല കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് സീറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ നിങ്ങളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നത് കൊണ്ടാണ്. സൂര്യന് താഴെയുള്ള എല്ലാ ഇരിക്കാൻ പറയുമ്പോൾ BJP വേദിയാക്കേണ്ടതേ നമ്മുടെ വിഷയം ശബരിമല സ്വർണ്ണ കവർച്ചയാണല്ലോ. അതിലേക്ക് വരും രണ്ടുപേരും. കേസെടുക്കാത്തതും നമ്മൾ മറ്റു വിഷയം ഈ എല്ലാ കഴിഞ്ഞ 5 കൊല്ലത്തെ എല്ലാ വിഷയങ്ങളിലേക്കും പോയാൽ ചർച്ച കൊണ്ടുപോലും നമ്മുടെ വിഷയം ശബരിമല സ്വർണ്ണ കവർച്ചയാണ്. അതിലേക്ക് വരും രണ്ടുപേരും. വെറുതെ കേവലമായ വാചാടോപമുള്ള വാഗ്വാദവും ആക്കരുതേ. ചർച്ച അലമ്പാക്കണം. ഇല്ല, രണ്ടുപേരും ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹത്തിന് മറുപടി രണ്ടുപേരും ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവർ ഇത് കേൾക്കൂ. ശ്രീ അൽബോസ്, അങ്ങ് ഈ ശബരിമല സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരും. നമ്മൾ എത്രാമത്തെ പ്രാവശ്യം ഈ ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുന്ന ആ വിഷയത്തിലേക്ക് വരും. അങ്ങ് ആ വിഷയത്തിലേക്ക് വരും. ശബരിമല വിഷയത്തിൽ നമ്മൾ എത്രാമത്തെ പ്രാവശ്യം ചർച്ചയ്ക്കിരിക്കുന്നത്? ഈ ചർച്ചകളിൽ എവിടെങ്കിലും CPM ഇന്നിപ്പോൾ പറയാണ് നടപടി എടുക്കുന്നു. നടപടി കോടതിയാണ് എടുക്കുന്നത്. അവിടെ ഇവർക്ക് എന്താ കാര്യം? പൂച്ചയ്ക്ക് എന്താ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? ഒരു കാര്യമില്ല. നല്ല ഉത്തരവാദിത്തപ്പെട്ട സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓഫീസർ കോടതിക്ക് കൃത്യമായി മറ്റ് കൂടെയുള്ള ആളുകൾ പോലും അറിയാതെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് മിസ്റ്റർ CPM-കാര കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള അന്വേഷണവും അറസ്റ്റും നടക്കുന്നത്. മനസ്സിലാക്കൂ കേട്ടോ? ശരി, ഓക്കെ.